നമ്മുടെ ചിന്താഗതിയെ പണം സ്വാധീനിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ പണമില്ല എങ്കിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തൊരു അവസ്ഥയാണ്. അപ്പം പണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയാവുന്ന, പണം ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയാവുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, ആയുസ് ദൈർഘ്യം, ഇതിന്റെ ഒക്കെ പിന്നില് പണത്തിന്റെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അടുത്തതായി ഈ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇവിടെ നമ്മൾ പറയണം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹത്തില് പണം വരാനുള്ള രണ്ട് മാർഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് അത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻകം എന്ന് പറയാം, അതുപോലെ തന്നെ രണ്ടാമത്തേത് പാസീവ് ഇൻകം എന്ന് പറയാം. അപ്പൊ ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതായത് അത് സമയവുമായി വളരെ അടുത്ത ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഒരു 8 മണിക്കൂർ, ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്താൽ അതിന് കിട്ടുന്ന ജോലി, ഇനി നമ്മൾ ജോലിക്ക് ഇന്ന് പോയില്ല എങ്കിൽ അതിന്റെ കിട്ടില്ല, ആ കൂലി നമുക്ക് കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇതാണ് ആക്റ്റീവ് ഇൻകം. അപ്പൊ അതിനുള്ള ഒരുപാട് ഉദാഹരണം നമ്മുടെ മുന്നിലുള്ള ഏകദേശ കാര്യങ്ങളും ആ ഒരു ആക്റ്റീവ് ഇൻകം എന്നുള്ള ഒരു കാര്യത്തിനുള്ള ഉദാഹരണങ്ങൾ. കൂലി വേലകള്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ്, നമ്മളെ ചെറിയ കടകള് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്റ്റീവ് ഇൻകത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 80-90% ജോലി അല്ലെങ്കിൽ 100% ജോലിയും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഒരു വരുമാനം കിട്ടൂ എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു കാര്യം പറയുന്നത് പാസീവ് ഇൻകം ആണ്. അപ്പൊ ഈ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ജോലി ചെയ്താല്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു കാര്യം തുടങ്ങി വെച്ചാല് അതിന്റെ ഫലമായി നമ്മൾ ജോലി ചെയ്യാതിരിക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്, പാസീവ് ഇൻകം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നു ചേരുന്ന ഒരവസ്ഥ. അതെന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്, അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ നമ്മുടെ ജോലികള് ഒരു 20% ചെയ്യേണ്ടത്, ബാക്കി ഒരു 80% ഈ ഒരു സിസ്റ്റത്തിൽ കൂടി നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ ഈ ഒരു പാസീവ് ഇൻകം നമ്മളിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു സിസ്റ്റം? അപ്പൊ ഈ ഒരു സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാരന് കുറച്ച് കൃഷിസ്ഥലമുണ്ട്, അതിന്റെ അടുത്തുകൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പുഴയിൽ നിന്ന് അദ്ദേഹം തന്റെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നത് ബക്കറ്റുകളിൽ എടുത്തുകൊണ്ടാണ് ഈ കൃഷിസ്ഥലം നനച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു വലിയ റിസ്ക് ആണ്, അതിന് ഒരുപാട് സമയം ആവശ്യമാണ്, അതുപോലെ തന്നെ വലിയ അധ്വാനമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഇതിനൊരു പരിഹാരം എന്ത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് അദ്ദേഹം ഇതിനൊരു മോട്ടോർ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് അയാളുടെ ചിന്ത എത്തുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ മോട്ടോർ സ്ഥാപിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളിൽ അതിന്റെ പണം കണ്ടെത്തുന്നു, അതുപോലെ തന്നെ അതിന്റെ കറണ്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു മോട്ടോർ അദ്ദേഹം സ്ഥാപിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കൃഷിസ്ഥലത്തേക്ക് ഈ പുഴയിലുള്ള വെള്ളം വളരെ അനായാസമായി, അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒരു പുഴയിലുള്ള വെള്ളം തന്റെ കൃഷിസ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന മോട്ടോർ അല്ലെങ്കിൽ മോട്ടോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്ത് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ് ഈ ലുലു മാൾ. ഈ ലുലു മാൾ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആ യൂസഫ് അലി സാറിന് ഈ ഒരു പാസീവ് ഇൻകം തന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ തന്റെ പോക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഈ ലുലു മാൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലുലു മാൾ എന്ന് പറയുന്ന സിസ്റ്റം അദ്ദേഹം അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം, അതുപോലെ തന്നെ അതിനാവശ്യമായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണം, വൈദ്യുതി ഉണ്ടാക്കണം, അതിൽ ആവശ്യമായ സാധനങ്ങൾ നിറയ്ക്കണം, അതിനാവശ്യമായ വർക്കേഴ്സിനെ, തൊഴിലാളികളെ കണ്ടെത്തണം. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടെത്തി അദ്ദേഹം ഇതിലൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് അവിടെ വരുന്ന വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഈ ഇവരുടെ അക്കൗണ്ടിലേക്ക്
എത്തിപ്പെടുന്ന ഒരു മാർഗമാണ് ഈ ലുലു മാൾ എന്ന് പറയുന്നത്. ഇവിടെ അല്ലാതെ യൂസഫ് അലി സർ രാവിലെ വന്നിരുന്ന രാത്രി വരെ അധ്വാനിച്ചു പോകുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ അദ്ദേഹത്തിനേക്ക് എത്തിച്ചേരുന്ന ഒരു സിസ്റ്റമാണ് ഈ എന്ത് പറയുന്നത്, ഈ ഒരു ലുലു മാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, അപ്പൊ നമ്മളിലേക്കും ഇതുപോലുള്ള ഒരു പാസീവ് ഇൻകം എത്തിച്ചേരാനുള്ള ഒരു അവസരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ആ ഒരു അവസരമാണ് നമുക്ക് ഈ ഒരു പേൾവിൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ കൂടി നമുക്ക് കൈവന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് വേൾഡ് വൈഡ് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു വിദേശ മൂല്യമുള്ള പണം, ഇപ്പം ഡോളർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അതിന്റെ ദിനാർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആ സമയത്ത് നമ്മൾ ആ രാജ്യങ്ങളിലേക്ക് പോകണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കമ്പനിയിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയണം, എങ്കിൽ മാത്രമേ ആ മൂല്യമുള്ള പണം നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ കൊറോണക്ക് ശേഷമുള്ള ഒരു കാലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് ചോദിച്ചാൽ പറയും അവൻ മേലെ നിന്ന് ഉള്ളിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ കമ്പനിയാണെന്ന് പറയും, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കമ്പനിയാണെന്ന് പറയും. അപ്പൊ ഈ ഒരു അവസരം അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ടെക്നോളജികളുടെ ഉപയോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ ടെക്നോളജികളുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസരം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമുക്കും ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിരുന്ന് ഒരു വിദേശ മൂല്യമുള്ള പണം സമ്പാദിക്കാനുള്ള അവസരമാണ് ഇന്ന് പേൾവിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സംജാതമായിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെറിയ തോതിൽ പരിശോധിക്കാം. അപ്പോ ഇവിടെ ഈ പേൾവിൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏകദേശം ഒരു 6 പ്രോജക്റ്റുകളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ 6 പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് DP പ്രോഗ്രാം, അതുപോലെ തന്നെ രണ്ടാമത്തേത് PVC മെറ്റ ക്രിപ്റ്റോ ടോക്കൺ പ്രോജക്റ്റ്, അല്ലെങ്കിൽ PVC മെറ്റ NFT ടോക്കൺ പ്രോജക്റ്റ്, അതുപോലെ തന്നെ മൂന്നാമത് സോഷ്യൽ മീഡിയ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അഞ്ചാമത്തേത് വേൾഡ് വൈഡ് നെറ്റ്വർക്ക്, അതായത് വൺ വേൾഡ് വൺ സിം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബങ്കി എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് സിസ്റ്റം. അപ്പൊ ഇതാണ് 6 പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റില് ഒന്നാമത്തെ പ്രോജക്റ്റ് ആണ് DP പ്രോഗ്രാം. അപ്പൊ എന്താണ് ഈ DP പ്രോഗ്രാം എന്ന് പറയുന്നത്? ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP എന്നറിയപ്പെടുന്ന ഈ ഒരു ഡിജിറ്റൽ കറൻസി DP എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് $1 തുല്യമായ മൂല്യമുള്ള ഒരു കറൻസി ആയിരുന്നു ഈ DP എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചുള്ള ഒരു ഡിജിറ്റൽ ബാങ്കിങ് അക്കൗണ്ട് ഓപ്പണിംഗ് ആയിരുന്നു ആ സമയത്ത് ഇതിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ ഒരു പ്രവർത്തനം എത്തുന്നത് 2018 നമ്മുടെ റിസർവ് ബാങ്കും അതുപോലെ തന്നെ സെബി തുടങ്ങിയ കാര്യങ്ങൾ ഇതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് 2018. അപ്പോ ഈ ഒരു DP ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള നാഷണലൈസ്ഡ് ബാങ്ക് കൂടി മാറിയിട്ടുണ്ട്. ഇതിന്റെ പൈസ നമ്മുടെ പൈസയാക്കി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, മൊബൈൽ റീചാർജ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അന്ന് ഈ ഒരു DP ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതും ആ ഒരു സമയത്ത് നമുക്ക് വിദേശ മൂല്യമുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ അന്ന് ഇതിനെ കണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരുപാട് ഇൻകം പ്ലാനുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ഇതിന്റെ ടീം പെർഫോമൻസ് ഇൻകം, ഓട്ടോ പൂൾ ഇൻകം, അതുപോലെ തന്നെ 2020 ബൊണാൻസ തുടങ്ങിയ ഒരുപാട് ഇൻകം പ്ലാനുകൾ. അപ്പൊ ഇതിൽ കൂടെയൊക്കെ നമുക്ക് അന്ന് കിട്ടിയിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പാസീവ് ഇൻകം എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അന്ന് ഈ ഒരു കാലത്ത് ഇതിൽ പ്രവർത്തിച്ച പല വ്യക്തികളും, നമ്മുടെ രാജ്യത്തിലെ പല വ്യക്തികളും വലിയ പൈസകൾ തന്നെ അതായത് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച ഒരുപാട് വ്യക്തികൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമുക്ക് അത് കഴിഞ്ഞു പോയൊരു കഴിഞ്ഞു പോയ ഒരു സമയം. ഇത് ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ അടുത്ത് പറഞ്ഞ പ്രോജക്റ്റുകൾ നടത്താനുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ആ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം. അതിന്റെ ഒരു 80 ലക്ഷം ആളുകളെ മേലെ ആയിക്കഴിഞ്ഞ സമയത്ത് അവരത് താൽക്കാലികമായി നിർത്തിവെച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഈ അടുത്ത പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന PVC മെറ്റ ക്രിപ്റ്റോ ടോക്കൺ പ്രോജക്റ്റ്.
അപ്പൊ ഇവിടെ നമുക്ക് ഒരു ക്രിപ്റ്റോ എന്ന കാര്യം നമുക്ക് നമ്മുടെ ഇതിൽ കാണാൻ കഴിയും. അപ്പൊ എന്താണ് ഈ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള കാര്യം കൂടി നമ്മൾ പിന്നെ മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഉണ്ട് എന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ബിറ്റ്കോയിൻ, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രിപ്റ്റോ കറൻസിയായ എത്തീരിയം, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കേട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ പിന്നെ പൈസ കൂടാനും അതുപോലെ തന്നെ പിന്നെ കുറയാനും സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. അതുപോലെ തന്നെ നമുക്ക് വാങ്ങി സൂക്ഷിക്കുക, അതുപോലെ തന്നെ വില കൂടുമ്പം വിറ്റാൽ ലാഭം, വില കുറയുമ്പം പിന്നെ വിറ്റാൽ നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് അന്ന് ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ അത് ഒക്കെ അതാത് കാലത്ത് ടെക്നോളജികളുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് ടെക്നോളജികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പുതിയ ടെക്നോളജികളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോക്കൺ സിസ്റ്റമാണ് ഇന്ന് PVC മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PVC നമ്മൾ ബിറ്റ്കോയിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമ്മൾ അത് ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ്. അതിന്റെ വില അന്ന് നമ്മുടെ രാജ്യത്ത് എത്തുന്ന സമയത്ത് അതിന് ഒരു ഏകദേശം 2.85 3 രൂപ എന്നുള്ള ഒരു വിലയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി വരെ എത്തി ഇപ്പം കുറച്ച് താഴെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അപ്പൊ അതെല്ലാം ആ ഒരു ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു PVC മെറ്റ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ ടെക്നോളജി, അതായത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ വെബ് 1 വെബ് 2 എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പുതിയ ടെക്നോളജി വെബ് 3, അതുപോലെ തന്നെ മെറ്റാവേഴ്സ് ടെക്നോളജികളിൽ പിന്നെ ഉപയോഗിക്കുന്ന ഒരു കോയിനല്ല ഒരു ടോക്കൺ ആയിട്ടാണ് നമുക്ക് ഈ ഒരു PVC മെറ്റയെ നമുക്ക് പിന്നെ അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു പിന്നെ ഇതിന്റെ വില എത്രത്തോളം ഉയരും അല്ലെങ്കിൽ അത് പിന്നെ വലിയൊരു രീതിയിൽ ഉയരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ ഉള്ളത് എന്നാണ്. അപ്പൊ അത് വാങ്ങി സൂക്ഷിക്കാനുള്ള പിന്നെ അല്ലെ അത് സംഭരിക്കാനുള്ള ഒരു ഏറ്റവും പിന്നെ വലിയ അവസരമാണിത്. അപ്പൊ ഇതിന് വില കൂടുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്തു വെച്ചാൽ ഇത് വാങ്ങി സൂക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്തു വെച്ചാൽ വില കൂടുന്ന സമയത്ത് നമുക്കതൊരു വലിയ വരുമാനമാക്കി അല്ലെങ്കിൽ വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ മേഖലയാണ് ഇത്. അപ്പൊ ഇത് പിന്നെ ഇതില് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് ഏറ്റവും 4 രൂപയുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങളാണ് ഇന്നുള്ളത്. ഒന്ന് സീഡ് ഫണ്ടിങ്ങും അതുപോലെ തന്നെ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന പിന്നെ ഒരു കാര്യവും. അപ്പൊ ആ ഒരു കാര്യം ഇതിന്റെ പിന്നെ അവസാന ഭാഗങ്ങളിൽ ഞാൻ പറയാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യമാണ്. നിലവിൽ തന്നെ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട, ഈ കമ്പനിക്ക് നെറ്റ് അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട പിന്നെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്ന സോഷ്യൽ മീഡിയ നിലവിലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് PVC മെറ്റ റിവാർഡായി വരുന്ന ഒരു സാഹചര്യവും ഇതിൽ നമുക്കുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പ്രോജക്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ പിന്നെ ഇതില് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ പൈസ മുതൽ കോടികൾ വെച്ച് കളിക്കുന്ന കളികൾ ഈ ഒരു പിന്നെ ഗെയിമിങ്ങിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്, സമ്പാദിക്കുന്ന വ്യക്തികളും ഒക്കെ ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പൊ നിലവിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പേൾവിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പിന്നെ നമ്മൾ പല മീറ്റിങ്ങുകളും നമ്മൾ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമീപ ഭാവിയിൽ ഈ ഒരു കളികളൊക്കെ തന്നെ നമ്മുടെ PVC മെറ്റ എന്ന് പറയുന്ന ടോക്കൺ ഉപയോഗിച്ച് കളിപ്പിക്കും ഒരു കാര്യമാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കിയുള്ളത്. പിന്നെ അടുത്തതാണ് ഇതില് വൺ വേൾഡ് വൺ സിം അല്ലെങ്കിൽ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മള് പിന്നെ ഒരു രാജ്യത്ത് നിന്ന് സിം എടുത്ത് മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ വിധത്തിൽ ലോകം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഒറ്റ സിം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൽ പിന്നെ വരാൻ പോവുകയാണ്. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതായത് ഇ-കൊമേഴ്സ്, ബങ്കി ഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് സിസ്റ്റം. അപ്പൊ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ
അത് നമ്മളെ രാജ്യവുമായി ബന്ധപ്പെട്ടതല്ല, മറ്റ് അമേരിക്കയൊക്കെ ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. അവിടെ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. അതേപോലുള്ള ലോകോത്തരമായ ഏകദേശം 5000-ഓളം സാധനങ്ങൾ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു Bungi.com എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് ഇതില് പിന്നെ വന്നു കഴിഞ്ഞ് അതിന്റെ തായ്ലൻഡ് ആണ് ഹെഡ് ഓഫീസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതിന്റെ പിന്നെ പ്രവർത്തനങ്ങള് തായ്ലൻഡിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നു. ഇന്ത്യയിൽ ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ പിന്നെ ഏകദേശം ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി തയ്യാറായി വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 6 പ്രോജക്റ്റുകളാണ് പേൾവിൻ നമ്മുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള പിന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോജക്റ്റിന്റെ ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ട്ണർമാരായി ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു മെമ്പറായി നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ എന്താണ് ഇവർ പറയുന്നത്? ഈ ഒരു ബിസിനസ് പിന്നെ റണ്ണിങ്ങിലാവുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലാഭത്തിന്റെ ഒരു റിവാർഡ്, ഒരു അംശം നമ്മൾക്കും തരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ പിന്നെ മുന്നിലുള്ള പിന്നെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് ഒരു സഹകരണ ബാങ്ക് വരികയാണെങ്കിൽ ആ ഒരു സഹകരണ ബാങ്കിന്റെ മെമ്പർ ആവാൻ വേണ്ടി അതിന്റെ ആൾക്കാർ നമ്മളോട് പറയും. അപ്പൊ ആ ഒരു മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 5 രൂപയുടെ 10 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ആയിരിക്കും. അപ്പൊ ആ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ സ്ഥാപനത്തിൽ ഒരുപക്ഷെ വോട്ടിംഗ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വോട്ട് ചെയ്യാം. അതല്ലാതെ നമ്മുടെ ഇതിന്റെ വർഷാവർഷം നമ്മളെ ഒരു മീറ്റിംഗ് വിളിച്ച് അവിടെ നമ്മുടെ ഇതിന്റെ ലാഭവും പിന്നെ മറ്റ് കണക്കുകളും പറഞ്ഞുകൊണ്ട് നമ്മളെ സൽക്കരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പിരിയുന്ന സമയത്ത് ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് തരും. ഏറ്റവും ചുരുങ്ങിയ ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് എങ്കിലും നമുക്ക് കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യുന്നു, കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ട് നമ്മൾ ഉള്ള കാലത്തോളം ആ ബാങ്ക് ഉള്ള കാലത്തോളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത 5 രൂപയോടോ 10 രൂപയ്ക്കോ കിട്ടുന്നതല്ല. കാരണം ആ ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് എടുത്തിട്ട് മെമ്പർ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് ഈ ഒരു പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അതുപോലുള്ള ഒരു ഗിഫ്റ്റ് അല്ല, വിദേശ മൂല്യമുള്ള ഒരു പിന്നെ ഒരു പണമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്ന് ചെയ്തു വെച്ചാല് നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പിന്നെ ഒരു മാർഗമാണ് ഇവിടെ നമുക്ക് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നെ സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു പാർട്ട്ണർഷിപ്പായി അല്ലെങ്കിൽ ഒരു മെമ്പറായി വരാനുള്ള ഒരു പിന്നെ അവസ്ഥയാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടി വരുന്നത്, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്ലേ സ്റ്റോറിൽ പോയി നമ്മളെ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ അതില് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 PVC മെറ്റ പിന്നെ വാങ്ങി സ്റ്റേക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ BNB തുടങ്ങിയ കാര്യങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ സ്ഥിരമായ ഒരു 100 PVC മെറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 5000-ൽ താഴെ പിന്നെ പൈസ നമുക്കതിന് ആവശ്യമായി വരും. അപ്പൊ ഈ ഒരു PVC മെറ്റ 1000 PVC മെറ്റ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന അവസരത്തിൽ പിന്നെ ഈ ഒരു ഇത് 1000 ദിവസം കൊണ്ട് നമുക്കിത് നേരെ ഇരട്ടിയാക്കി 2000 PVC മെറ്റ ആക്കി മാറ്റുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിൽ തന്നെ ഏകദേശം 25,000-ഓളം PVC മെറ്റ നമുക്ക് വാങ്ങി സ്റ്റേക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇതിന്റെ റിവാർഡായി നമുക്ക് ഡെയിലി വരുന്ന 0.2 എന്ന് പറയുന്ന ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഈ ഒരു റിവാർഡിന് ഏതെങ്കിലും PVC മെറ്റക്ക് വലിയ വില ഉയരുന്ന സമയത്ത് നമുക്കത് വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അടുത്തൊരു ഘട്ടമാണ് ഇതിന്റെ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പുതിയ ടെക്നോളജിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഈ ഒരു ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിലവിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബാങ്കിലാണ് പൈസ നിക്ഷേപിക്കുന്നത്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നുള്ള ഒരു കാര്യമാണ് ബാങ്ക് എന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതില് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം സുമാർ 1,00,000 ഉറുപ്പ്യ നമ്മൾ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ ഇപ്പൊ നിലവിലുള്ള ഒരു 7-8% പലിശയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൊല്ലത്തിന്റെ അവസാനത്തിൽ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം. നമ്മൾ ഇന്ന് ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത്
ഈ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്, അത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് സ്ഥിരമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം പറയാവുന്ന മൂന്നാമതൊരു വ്യക്തിക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള സാധ്യത ഇതിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളോട് ഒരുപാട് കാലം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇതിന് ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ പരിഹാരമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പുതിയ ടെക്നോളജിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന, അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ മൂന്നാമതൊരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കറൻസിയാക്കി മാറ്റിയിട്ടാണ് നമുക്ക് നിക്ഷേപിക്കാൻ. അതായത് $ന് സമാനമായ മൂല്യമുള്ള USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കറൻസിയാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് വരാൻ പോകുന്നത് ഇട്ട പൈസ നമുക്ക് അതേപോലെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പകരം നമുക്ക് വരുന്നത് ഇതിന്റെ 0.2% എന്നൊരു നിലക്ക് നമുക്ക് ഡെയിലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു റിവാർഡ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ 1000 ദിവസമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 1000 ദിവസത്തിനുള്ളിൽ ഈ പൈസ നമ്മൾ എത്രയാണോ ഇട്ടേ അതിന്റെ ഇരട്ടിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഇതൊരു 100 പോയിന്റ് ആവുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾക്ക് ഈ പൈസ എന്ത് ചെയ്യാം, നമ്മുടെ പൈസയാക്കി മാറ്റാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു പൈസ റീഫാമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ വീണ്ടും അങ്ങോട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പൈസയുടെ ഏകദേശം ഒരു 4 ഇരട്ടിയിൽ കൂടുതൽ പൈസ ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോ ഇതാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു 3 അവസരമാണ്. ഒന്ന്, നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ പാർട്ണറായി വരാം. അത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു വരുമാനം അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിലേക്ക് അത് എത്തുമെന്നുള്ളതാണ്. രണ്ടാമത് PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു ക്രിപ്റ്റോ ടോക്കൻ വാങ്ങി സൂക്ഷിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണിത്. ഇതിന് എന്തു തന്നെയായാലും വലിയൊരു രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതില് നമ്മുടെ സമ്പാദ്യം ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ നമ്മുടെ സമ്പാദ്യത്തെ വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്.